എല്ലാവർക്കും അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ 5ാം ക്ലാസ്സിന്റെ 1ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഐഡന്റ് എന്ന് പറയുന്ന പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. അതിന്റെ നോട്ട്സും തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ നോട്ട്സ് എഴുതിയെടുത്ത് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിന്റെ അകത്ത് തന്നത് ഒരു 9 ക്വസ്റ്റ്യൻ ആൻസറും അതിനോടൊപ്പം തന്നെ പിന്നെ ഒരു കോൺവെർസേഷനുമാണ് തന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് നോക്കുക. അപ്പൊ നമുക്കിനി നമ്മുടെ 2ാമത്തെ പാഠം ദ മാജിക് മിറർ എന്ന് പറയുന്ന പാഠം നോക്കാം. നമുക്ക് ആ പാഠം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് കൈ വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ പുതിയതായിട്ട് കിട്ടുന്ന വേർഡ്സിന്റെ മീനിങ് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. പുതിയതായിട്ട് വേർഡ്സിന്റെ മീനിങ് ബോർഡിൽ എഴുതി തരാം. അല്ലാതെ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു പോകുമ്പോൾ കിട്ടുന്ന വേർഡ്സിന്റെ മീനിങ് അതിലൊന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പൊ ടെക്സ്റ്റിലേക്ക് നോക്കണ്ടേ. On a rainy afternoon, having nothing to do, Ammu and her brother Arun was born. ഇപ്പൊ എന്താണ് on a rainy afternoon? ഒരു മഴ ഉണ്ടായിരുന്ന ഒരു ഉച്ച സമയത്ത് having nothing to do, ഒന്നും ചെയ്യാനില്ലാതെ അമ്മു ആൻഡ് ഹർ ബ്രദർ അരുൺ വേർ ബോർ. അമ്മുവിന്റെ ബ്രദർ അരുൺ എന്ത് ബോറായിട്ട് പുറത്തൊന്നും പോകാൻ പറ്റാതെ, ഇത് മഴയായിട്ട് പുറത്തൊന്നും പോകാൻ പറ്റാതെ ബോറടിച്ച് തനക്ക് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു അമ്മുവിന്റെ ബ്രദർ അരുണും. So they sat looking out at the rain. To pass time, they decided to explore the attic of their home. അപ്പൊ എന്താണ്? So they sat look out the rain. അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ലാതെ ഇവരെന്ത് ചെയ്തു? പുറത്ത് പെയ്യുന്ന മഴയും നോക്കി, അല്ലെങ്കിൽ ആ മഴ ആസ്വദിച്ച് ഇങ്ങനെ അരുണും അമ്മുവിന്റെ ബ്രദർ അരുണും കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. To pass time, they decided to explore the attic of their home. അപ്പൊ എന്താണ്? ടു പാസ് ടൈം, അവരുടെ സമയം ചെലവഴിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്തു? ദേ ഡിസൈഡഡ് ടു എക്സ്പ്ലോർ ദ ആറ്റിക് ഓഫ് ദെയർ ഹോം. എന്ത് ചെയ്തു? ദേ ഡിസൈഡഡ്, അവർ എന്ത് തീരുമാനിച്ചു? ടു എക്സ്പ്ലോർ ദ ആറ്റിക് ഓഫ് ദെയർ ഹോം. അപ്പോൾ അവരെ വീട്ടിന്റെ തട്ടിൻപുറം, അപ്പൊ നമ്മുടെ പഴയ വീട്ടിലൊക്കെ കാണും, ചിലരുടെ വീട്ടിലൊക്കെ തട്ടിൻപുറം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഈ പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന തട്ടിൻപുറം ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് പോയി നോക്കാൻ, അവിടേക്ക് ഒന്ന് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു അമ്മുവിന്റെ ബ്രദർ അരുണും കൂടെ. The attic was dark and dusty. They came across a mirror which was surprisingly clean and shiny. അങ്ങനെ അവർ എന്ത് ചെയ്തു? അവിടെ ആറ്റിക് എന്ന് പറഞ്ഞാൽ തട്ടിൻപുറത്ത് ചെന്നു. The attic was dark and dusty. ആറ്റിക് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ആ തട്ടിൻപുറം എങ്ങനെയായിരുന്നു? ഡാർക്ക് ആൻഡ് ഡസ്റ്റി, ഇരുണ്ടതും പൊടി പിടിച്ചതുമായിരുന്നു ആ തട്ടിൻപുറം. They came across a mirror which was surprisingly clean and shiny. അവരപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ വസ്തുക്കളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് they came across a mirror. അവർ എന്ത് കണ്ടു? ഒരു മിറർ, ഒരു കണ്ണാടി കണ്ടു. which was surprisingly clean and shiny. അതെങ്ങനെയുള്ളതായിരുന്നു? ക്ലീൻ, വളരെ നീറ്റ് ആയിരുന്നു. ആൻഡ് ഷൈനി, വളരെ തിളക്കമുള്ളതായിരുന്നു. ഇത്രയും പൊടി പിടിച്ച് കിടക്കുന്ന വസ്തുക്കൾക്കിടയിൽ നല്ലതുപോലെ തിളങ്ങുന്ന അത്രയ്ക്ക് വൃത്തിയായിട്ടുള്ള എന്ത് ലഭിച്ചു അവർക്ക്? ഒരു കണ്ണാടി, ഒരു മിറർ ലഭിച്ചു. While they looked at their reflection in it, the old grandfather clock in the attic struck 5. അപ്പൊ എന്താണ്? While they looked at their reflection in it, ഇവർക്ക് ഒരു കണ്ണാടി ലഭിച്ചു. ഈ കണ്ണാടിയിൽ അവർ എന്ത് ചെയ്തു? നോക്കി. അപ്പോൾ ആ കണ്ണാടിയിൽ അവർ എന്ത് കണ്ടു? അവരുടെ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ അവരുടെ പ്രതിബിംബം അവരത് കണ്ടു. The old grandfather clock in the attic struck 5. ഇവരുടെ റിഫ്ലക്ഷൻ ആ കണ്ണാടിയിൽ കണ്ടപ്പോൾ ഉടനെ തന്നെ the old grandfather clock എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പഴയ, ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പഴയ ക്ലോക്ക് ഉണ്ടായിരുന്നു ആറ്റിക്കില്. ഇൻ ദ ആറ്റിക് സ്ട്രക്ക് 5. എന്ത് ചെയ്തു? അതില് 5 മണി കാണിച്ചു, അല്ലെങ്കിൽ 5 മണി അടിച്ചു. That's weird, Arun said. I thought the clock was junk. അപ്പൊ എന്താണ്? That's weird. ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. അരുൺ said. I thought the clock was junk. ഞാൻ കരുതിയത് എന്താണ്? ഈ ക്ലോക്ക് നശിച്ചു പോയ, അല്ലെങ്കിൽ ചീത്തയായി പോയെന്നായിരിക്കും എന്നാ ഞാൻ കരുതിയത്. പക്ഷെ എന്ത് ചെയ്തു? അതില് ടൈം കാണിച്ചു. അത് വളരെ വിചിത്രമായിരിക്കുന്നു എന്ന് ആര് പറഞ്ഞു? അമ്മുവിന്റെ ബ്രദർ അരുൺ പറഞ്ഞു. അത് കണ്ടിട്ട് they felt the mirror was calling them. Arun stretched his hand towards the mirror. His hand went right through the mirror as if it were water. ഇപ്പൊ എന്താണ്? they felt the mirror was calling them. അവർക്ക് തോന്നി, അല്ലെങ്കിൽ അവർക്ക് എന്താണ് തോന്നിയത്? the mirror was calling them. ഈ കണ്ണാടി അവരെ വിളിക്കുന്നതായിട്ട് ആർക്ക്? അരുണിനും അരുണിന്റെ സിസ്റ്റർ അമ്മുവിനും തോന്നി. അരുൺ stretched his hand towards the mirror. അരുൺ എന്ത് ചെയ്തു? അവന്റെ കൈ മിററിന് നേരെ നീട്ടി. His hand went right through the mirror as if it were water. അപ്പോൾ അവൻ അതിൽ ടച്ച് ചെയ്തപ്പോൾ എന്തുപോലെ തോന്നി? വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫീൽ ഉണ്ടായി അവന്. He withdrew his hand hastily.
വിഡ്രൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ആ പെട്ടെന്ന് തന്നെ ഇവന്റെ ആ മിററിൽ വെച്ച കൈ വലിച്ചെടുത്തു. ഹി വിഡ്രൂ ഹിസ് ഹാൻഡ് ഹേസ്റ്റ്ലി. ഹേസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ സഡൻലി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവൻ എന്ത് ചെയ്തു? ആ മിററിലേക്ക് വച്ച ഇവന്റെ കൈ അവൻ പെട്ടെന്ന് തന്നെ വലിച്ചെടുത്തു. They looked at each other in amazement. ഇവര് രണ്ടുപേരും ഇത് കണ്ടിട്ട് ആശ്ചര്യത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇപ്പോൾ എന്താണ് ഇവരുടെ വീടിന്റെ ആറ്റിക്കൽ അല്ലെങ്കിൽ ഇവരുടെ വീടിന്റെ മച്ചുംപുറത്ത് കണ്ട ആ മിററില് കൈവച്ചപ്പോ എന്തോ വെള്ളത്തിൽ കൈവച്ച പോലൊരു പ്രതീതിയാണ് അവർക്ക് ഉണ്ടായത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവർക്ക് വളരെ അത്ഭുതം തോന്നി. ഇവർ രണ്ടുപേരും ഇങ്ങനെ അതിശയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുകയാണ്. Shall we step into the mirror? അരുൺ said. അപ്പോൾ അരുൺ എന്ത് ചോദിച്ചു? Shall we step into the mirror? നമുക്ക് എന്ത് ചെയ്യാം? ഈ മിററിലേക്ക് കാലെടുത്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ മിററിലേക്ക് ഇറങ്ങിയാലോ എന്ന് ആര് ചോദിച്ചു? അരുൺ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് ആ മിററിൽ ടച്ച് ചെയ്തപ്പോ എന്താണ്? ആ വെള്ളത്തിൽ തൊടുന്നത് പോലെയുള്ളൊരു പ്രതീതിയാണ് അവർക്ക് തോന്നിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അരുൺ എന്ത് ചോദിച്ചു? shall we step into the mirror? നമുക്ക് ഈ മിററിലേക്ക് സ്റ്റെപ്പ് ചെയ്ത് അല്ലെങ്കിൽ മിററിലേക്ക് ഇറങ്ങിയാലോ? അരുൺ said. അമ്മു nodded. 1, 2, 3. They stepped into the mirror. ഇത് കേട്ട് അമ്മ എന്ത് പറഞ്ഞു? തലയാട്ടി. നോഡഡ് മീൻസ് തലയാട്ടുക. ഇത് കേട്ടിട്ട് അമ്മു തലയാട്ടി. 1, 2, 3. They stepped into the mirror. 1, 2, 3 എന്ന് എണ്ണിയിട്ട് എന്ത് ചെയ്തു? They stepped into the mirror. ഇവർ ആ മിററിലേക്ക് ഇറങ്ങി. അപ്പൊ എന്താണ്? ഇവർ അവിടെ ലഭിച്ച മിററില് അവരെ അമ്മു ചോദിച്ചു, അരുൺ ചോദിച്ചു നമുക്ക് അതിലേക്ക് ഇറങ്ങാം. അപ്പോൾ അമ്മു ഓക്കെ പറഞ്ഞു. ഇവർ രണ്ടുപേരും 1, 2, 3 എന്ന് എണ്ണിട്ട് എന്ത് ചെയ്തു? They stepped into the mirror. ആ മിററിലേക്ക് ഇറങ്ങി. Suddenly they found themselves in a forest. It was quite dark. The leaves of the tree overhead blocked the sunlight. It's just like in books where something magical happened, said Arun. It is so exciting. അപ്പൊ എന്താണ്? അവര് ആ മാജിക്കൽ മിററിലേക്ക് ഇറങ്ങി. സഡൻലി ദേ ഫൗണ്ട് ദംസെൽസ് ഇൻ എ ഫോറസ്റ്റ്. പെട്ടെന്ന് അവരെ എവിടെ ചെല്ലുന്നതായിട്ട് അവർക്ക് തോന്നി. ദേ ഫൗണ്ട് ദംസെൽസ് ഇൻ എ ഫോറസ്റ്റ്. അവരെവിടെ എത്തി? ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു കാട്ടിലെത്തി. ഇറ്റ് വാസ് ക്വയറ്റ് ഡാർക്ക്. അതെന്ന് പറയുന്നത് വളരെ ഇരുളമായിരുന്നു അല്ലെങ്കിൽ ഇരുണ്ടതായിരുന്നു. ദ ലീവ്സ് ഓഫ് ദ ട്രീസ് ഓവർ ഹെഡ് ബ്ലോക്ക്ഡ് ദ സൺലൈറ്റ്. അപ്പോൾ എന്താണ്? ദ ലീവ്സ് ഓഫ് ദ ട്രീസ് ഓവർ ഹെഡ് ബ്ലോക്ക്ഡ് ദ സൺലൈറ്റ്. അപ്പോൾ ഇവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എന്ത്? വൃക്ഷത്തിന്റെ ഇലകൾ എന്ത് മറച്ചിരുന്നു? ബ്ലോക്ക്ഡ് ദ സൺലൈറ്റ്. ആ സൂര്യപ്രകാശത്തിനെ മറച്ചിരുന്നു. It's just like in books where something magical happens, said Arun. It's so exciting. അപ്പൊ എന്താണ്? It's just like in books where something magical happen. അപ്പോൾ ഇവർക്ക് ഇത് കണ്ടിട്ട് എന്താണ്? ബുക്കിലൊക്കെ നടക്കുന്നത് പോലെ എന്തോ മാജിക്കലായിട്ട് എന്തോ നടക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. സെഡ് അരുൺ. ഇറ്റ്സ് സോ എക്സൈറ്റിംഗ്. ഇത് വളരെ ആകാംക്ഷ അല്ലെങ്കിൽ ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. അപ്പൊ എന്താണ്? അവരുടെ വീട്ടിന്റെ തട്ടിപ്പുറത്തൊക്കെ അവര് ഒരു ദിവസം ബോറടിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവർക്ക് അവിടുന്ന് ഒരു മിറർ ലഭിച്ചു. ആ മിററിൽ അവര് സ്റ്റെപ്പ് ചെയ്തപ്പോൾ അവർ എവിടെ എത്തി? ഒരു ഫോറസ്റ്റിലെത്തി. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അരുൺ പറയുന്നത് എന്താണ്? ഇതൊക്കെ ഏതോ ബുക്കിലൊക്കെ നമ്മൾ ഏതെങ്കിലും സ്റ്റോറി ഒക്കെ വായിക്കുന്നത് പോലെയുണ്ട്. വളരെ അത്ഭുതകരമായിരിക്കുന്നു എന്നാണ് അരുൺ പറഞ്ഞത്. They found their way out of the forest into fields of blue and red flower. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവര് കാട്ടിലെത്തി. They found their way out of the forest into fields of blue and red flowers. ഇപ്പൊ എന്താണ്? They found their way. അവരുടെ വഴി കണ്ടുപിടിച്ചു. Way out of the forest into field. ആ കാടിന് പുറത്തേക്ക് ഉള്ള വഴി കണ്ടുപിടിച്ചു. അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഒരു ഫീൽഡിലേക്കാണ് ആ വഴി പോകുന്നത്. ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ്. നീല കളറിലും ചുവന്ന കളറിലുമുള്ള പൂക്കൾ പിടിച്ചു നിൽക്കുന്ന ഒരു പാടത്തേക്കാണ് അല്ലെങ്കിൽ ആ പാടത്തേക്കാണ് ഈ ഫോറസ്റ്റിന്റെ വഴി അവസാനിക്കുന്നത്. ബട്ടർഫ്ലൈസ് വേർ ഫ്ലിറ്റിംഗ് ഫ്രം ഫ്ലവേഴ്സ് ടു ഫ്ലവർ ടു ഫ്ലവർ. ദ ഫീൽഡ് വേർ ലിറ്റ് ബൈ ദ ഈവനിങ് സൺ. അപ്പൊ എന്താണ്? ബട്ടർഫ്ലൈസ് വേർ ഫ്ലിറ്റിംഗ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. ഇപ്പൊ ചിത്രശലഭങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് ഫ്ലിറ്റിംഗ് മീൻസ് ചിറകടിച്ച് പറക്കുന്നുണ്ട്. ദ ഫീൽഡ് വെയർ ലിറ്റ് ബൈ ദ ഈവനിങ് സൺ. അപ്പോൾ എന്താണ്? വയല് വൈകുന്നേരത്തെ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽഡ് വാസ് എ വൈറ്റ് ഹോഴ്സ് വിത്ത് സിൽവർ വിങ്സ്. അപ്പോൾ ആ ഫീൽഡിൽ അവർ എന്തിനെ കണ്ടു? സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽഡ് വാസ് എ വൈറ്റ് ഹോഴ്സ് വിത്ത് സിൽവർ വിങ്സ്. ഒരു വെള്ള നിറത്തിലുള്ള കുതിരയെ കണ്ടു. വിത്ത് സിൽവർ വിങ്സ്. വെള്ളി നിറത്തിലുള്ള ചിറകും വെള്ള കളറുള്ള ബോഡിയുമുള്ള ഒരു കുതിരയെ അവർ എവിടെ കണ്ടു?
ഈ മാന്ത്രിക കണ്ണാടി സ്റ്റെപ്പ് ചെയ്തിട്ട് അവരെത്തിയ ഫീൽഡിൽ ആര് നിൽക്കുന്നുണ്ട്? ഒരു വെള്ള കളറുള്ള കുതിരയും വെള്ള നിറത്തിലുള്ള ഒരു കുതിര അവിടെ നിൽക്കുന്നതായിട്ട് ഇവര് കണ്ടു. ഓ ഇറ്റ്സ് പെഗാസസ് ദ വിങ്ഡ് ഹോഴ്സ് എക്സ്ക്ലെയിംഡ് അമ്മു. അപ്പോൾ ഇതിനെ കണ്ടിട്ട് അമ്മു എന്ത് പറഞ്ഞു? ഓ ഇറ്റ്സ് പെഗാസസ്. ഇത് എന്താണ്? ഇറ്റ്സ് പെഗാസസ്. അപ്പൊ അതിന്റെ പേരാണ്. ഇത് പെഗാസസ് ആണ്. ദ വിങ്ഡ് ഹോഴ്സ്. വിങ്ഡ് മീൻസ് ചിറകുള്ള കുതിര. എക്സ്ക്ലെയിംഡ് അമ്മു. ആശ്ചര്യത്തോടു കൂടി അമ്മു വിളിച്ചു. എക്സ്ക്ലെയിം എന്ന് പറഞ്ഞാൽ ആശ്ചര്യക്കുക, ആശ്ചര്യത്തോടു കൂടി, അത്ഭുതത്തോടു കൂടി എന്നുള്ളതിനാണ് നമ്മൾ എക്സ്ക്ലെയിംഡ് എന്ന് പറയുന്നത്. എക്സ്ക്ലെയിംഡ് അമ്മു. ആശ്ചര്യത്തോടു കൂടി ഈ കുതിരയെ കണ്ടപ്പോ അമ്മു എന്താ വിളിച്ചു പറഞ്ഞത്? ഇറ്റ്സ് പെഗാസസ്. ഇത് ആരാണ്? ഇത് പെഗാസസ് ആണ്. ദ വിങ്ഡ് ഹോഴ്സ്. ചിറകുള്ള കുതിര. They walked towards it and Pegasus raised its head. കുതിരയെ കണ്ടിട്ട് അവർ എന്തിന്റെ? കുതിരയുടെ അടുത്തേക്ക് നടന്നു. They walked towards it and Pegasus raised its head. അവർ കുതിരയുടെ അടുത്തേക്ക് നടന്നു. And Pegasus raised its head. കുതിര എന്ത് ചെയ്തു? ഇതിന്റെ തല പൊക്കി. Who are you? ആരാണ് നീ? Asked Pegasus. Arun answered shyly. I am Arun and this is Ammu. അപ്പോൾ ഇവര് ആരടുത്തേക്ക്? പെഗാസസിന്റെ അടുത്തേക്ക് നടന്നു. ഇത് കണ്ടപ്പോ പെഗാസസ് ചോദിച്ചു, ഹു ആർ യു? ആരാണ് നിങ്ങൾ? ആസ്കഡ് പെഗാസസ്. അരുൺ ആൻസർഡ് ഷൈലി. കുറച്ച് നാണത്തോടു കൂടി അല്ലെങ്കിൽ കുറച്ച് മടിച്ച് അരുൺ എന്ത് റിപ്ലൈ കൊടുത്തു? അരുൺ ആൻസർഡ് ഷൈലി. ഐ ആം അരുൺ ആൻഡ് ദിസ് ഈസ് അമ്മു. ഞാൻ ആരാണ്? ഞാൻ അരുൺ. ഇതാര്? അമ്മു. പെഗാസസ് ലുക്ക്ഡ് അറ്റ് ദം ക്യൂരിയസ്ലി. അപ്പൊ പെഗാസസ് ഇവരെ കുറച്ച് ക്യൂരിയസ് ആയിട്ട്, കുറച്ച് താല്പര്യത്തോടു കൂടി ഒന്ന് നോക്കി. വേർ ഡിഡ് യു കം ഫ്രം? നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ആര്? പെഗാസസ് ചോദിച്ചു. പെഗാസസ് ആസ്ക്ഡ്. വി കെയിം ത്രൂ എ മാജിക് മിറർ സെഡ് അമ്മു. അപ്പോൾ അമ്മു എന്തു? പെഗാസസിനുള്ള മറുപടി കൊടുത്തു. എങ്ങനെയാണ് അവരവിടെ എത്തിയതെന്ന് പറഞ്ഞു. വി കെയിം ത്രൂ എ മാജിക് മിറർ. ഞങ്ങളൊരു മാന്ത്രിക കണ്ണാടി വഴിയാണ് ഇവിടെ എത്തിയതെന്ന് ആര് പറഞ്ഞു? അമ്മു പറഞ്ഞു. പെഗാസസ് said Ammu. Well, that would have been exciting, said Pegasus. അതെന്താ? അത് വളരെ വിചിത്രമായിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ നല്ല മനോഹരമായിരിക്കുന്നു. എക്സൈറ്റിംഗ്, said Pegasus. It will soon be dark. I had better go home. അപ്പോൾ എന്താണ്? പെട്ടെന്ന് തന്നെ It will be getting dark. പെട്ടെന്ന് തന്നെ നേരം ഇരുട്ടാകും. I had better to go home. എനിക്ക് എവിടെ പോകണം? വീട്ടിൽ പോകണം. said Pegasus. Can we? ആര് പറഞ്ഞു? പെഗാസസ് പറഞ്ഞു. Can we come to? ഞങ്ങളും കൂടെ വരട്ടെ. Asked the children. കുട്ടികൾ ചോദിച്ചു. അപ്പൊ പെഗാസസ് എന്താ പറഞ്ഞത്? നേരം ഇരുട്ടുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോകേണ്ടതുണ്ടെന്ന് പെഗാസസ് പറഞ്ഞു. വിങ്ഡ് ഹോഴ്സ് അല്ലെങ്കിൽ അവരവിടെ കണ്ട വൈറ്റ് ഹോഴ്സ് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ എന്താ ചോദിച്ചത്? Can we come to? ഞങ്ങളും കൂടെ വന്നോട്ടെ. Asked the children. Of course, climb onto my back. പെഗാസസ് പറഞ്ഞു. Of course, തീർച്ചയായും നിങ്ങൾക്കും എന്റെ കൂടെ വരാം എന്ന് ആര് പറഞ്ഞു? പെഗാസസ് പറഞ്ഞു. Asked the children. Of course, climb into my back. എന്റെ മുതുകിലേക്ക് കയറിക്കോളൂ. Pegasus said. They scrambled onto Pegasus' back. അവർ എന്ത് ചെയ്തു? They scrambled. അവർ പെഗാസസിന്റെ ബാക്കിലേക്ക് വലിഞ്ഞു കയറി. Scrambled means വലിഞ്ഞു കയറി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചാടിക്കയറി. They soared through the air and finally landed on soft, warm grass under a big tree. അപ്പോൾ എന്താണ്? They soared through the air. ഇവർ പെഗാസസിന്റെ ബാക്കിൽ കയറിയിട്ട് ഇതിന്റെ മുതുകത്തിരുന്ന് യാത്ര ചെയ്യാണ്. They soared through the air. അവരെന്ത് ചെയ്തു? Soared through means they soared through the air and finally landed on soft, warm grass under a big tree. അവർ ഈ പെഗാസസിന്റെ മുതുകത്തിരുന്ന് ഇങ്ങനെ കുതിച്ചു ഉയർന്നു. Through the air and finally landed on soft, warm grass under a big tree. Finally അവർ എവിടെ ചെന്ന് ലാൻഡ് ചെയ്തു? On a soft, warm grass under a big tree. ഒരു വലിയ വൃക്ഷത്തിന് താഴെയുള്ള എവിടെ? On a soft, warm grass under a big tree. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ഇളം ചൂടുള്ള ഒരു ഗ്രാസ്, ട്രീയുടെ അടിയിലുള്ള ഗ്രാസിൽ ചെന്ന് ഇവര് ലാൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും നിർത്താം. ബാക്കി നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ നമുക്ക് ഈ പാഠത്തിൽ പരിചയപ്പെട്ട കുറച്ച് പുതിയ വേർഡ്സും അതിന്റെ മീനിങ്സും നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എക്സ്പ്ലോർ. എക്സ്പ്ലോർ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് അന്വേഷണം. അടുത്തത് ആറ്റിക്. ആറ്റിക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് തട്ടിൻപുറം.
അടുത്തെന്ന് പറയുന്നത് വേർഡ്. വേർഡ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് വിചിത്രമായ. അടുത്തെന്ന് പറയുന്നത് നോഡർ. നോഡർ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് തലയാട്ടുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച പുതിയ കുറച്ച് വേർഡ്സ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പാഠത്തിന്റെ പേര് എഴുതിയിട്ട് ഈ വേർഡ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. അപ്പൊ എല്ലാവർക്കും ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.